ഹായ് ഗൈസ്, അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഗോശാലയുണ്ട്. ഗുരുവായൂർക്ക് പാലൊക്കെ കൊണ്ടുപോണ സ്ഥലമാണത്. അപ്പോൾ ഇതേ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പിള്ളേരൊക്കെ കൊണ്ട് വന്നേക്കുക എന്താ. അപ്പോൾ ഇതേ അവർ സെൽഫി എടുക്കാനൊക്കെ നോക്കുക. ഇതിൻ്റെ താഴത്താണ് അവിടെ ഗോശാല എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ നല്ല പശുക്കളുണ്ട്, കുറേ പശുക്കളുണ്ട്. അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനായിട്ട്. പിള്ളേരെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കാം. എഴുകണ സാധനങ്ങൾ, കാറ് അതൊക്കെ ഉണ്ട്. ഇപ്പം മോൻ ഒരു ഇതിൻ്റെ മുകളിലേക്ക് പോയി അവിടെ നിന്ന് എഴുകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മോളാച്ചാൽ ഊഞ്ഞാലിരുന്ന് ആടുന്നു. ഓരോ ഗുഹയുടെ ഉള്ളിലേക്കൂടെയൊക്കെ പോയിട്ട് വേണം എഴുകണമെങ്കിൽ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നല്ലൊരു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പിള്ളേരൊക്കെ കുറേ ചെറിയ പിള്ളേർ കാറുകളിൽ, ആ റിമോട്ട് കാറാണത്. അപ്പോൾ റിമോട്ട് കാറിൽ ഇങ്ങനെ കിടന്ന് നടക്കണം. അങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗോശാല. ഈ പശുക്കളൊക്കെ ഉണ്ടായില്ല, നിറച്ച് പശുക്കളുണ്ട്, കാളയുണ്ട് കേട്ടോ. കുറച്ച് താഴത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയ പോയാലാണ് നമ്മുടെ പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നത്. കണ്ടാ, നമുക്ക് ഭയങ്കര മേന്മയുള്ള പാലൊക്കെ തരുന്ന പശുവാണ്. വെച്ചൂർ പശു എന്ന് പറയുന്നത്, കുള്ളൻ എന്നും പറയും. കണ്ടാ, ചെറിയ പശുക്കളാണ് ഒക്കെ. നല്ല സ്നേഹമുള്ള പശുക്കളുണ്ടാ. നമ്മുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും നമ്മളെ മുഖത്തേക്ക് നമ്മളെ നക്കാന വരുന്നത് ഇറ്റുകളുടെ പാലും ഗുണമേന്മയാണ്. അതേമാതിരി ചാണകവും അതെ, നല്ല ഗുണമേന്മ. അതിൻ്റെ മൂത്രവും അതെ. പാലൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ താഴത്തേക്ക് പോയി ഒരു പാടമാണ്, വിശാലമായ പാടം. 2-3 തൊഴുത്തുണ്ട് കേട്ടോ. 3 തൊഴുത്തിലും പശുക്കളാണ്. അതേമാതിരി നല്ലൊരു കാളയൊക്കെ ഉണ്ട് അവിടെ. എന്താ, ഒരു പ്രത്യേക വൈബാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷം എല്ലാം കിട്ടും. കുറച്ച് നേരം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. അത് അടിപൊളി പ്ലേസാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാടം. ആ പാടത്ത് കുറച്ച് നേരം ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എവിടെ ഇത് കാളകളാണ് കണ്ട, 2-3 കാളകളുണ്ട്, അതിൻ്റെ കുട്ടികളുണ്ട്. നിറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാടമൊക്കെ ഉണ്ട്. ആ പാടത്തിൻ്റെ അപ്പുറം മലയാണ്, ആറേശ്വരം മല എന്ന് പറയും. ഇതിലെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് ആറേശ്വരത്തേക്ക് കടക്കും ചെയ്യാം. എന്താ വിശാലമായ പാടം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ നെൽവയലൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. അതേമാതിരി ഒരു കൊട്ടിൽ ഉണ്ട് അതിൻ്റെ അടുത്ത്. കണ്ടാ, ചുറ്റും മലകളാണ്. എന്ത് ഭംഗിയാണെന്നറിയാം. നമുക്കൊരു പ്രത്യേക വൈബ് എന്ന് പറയില്ല, അതൊക്കെയാണ് ഇവിടെ. ഇതൊരു കൊട്ടിലാണ് കണ്ട. അവിടുത്തെ മുത്തപ്പനാണ് പ്രതിഷ്ഠിച്ചേക്കണ് കണ്ട. കുറേ ശീലകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതേമാതിരി ഭണ്ഡാരം വെച്ചിട്ടുണ്ട്, വിളക്കുണ്ട്. വിളക്കൊക്കെ വെക്കണ ഇതാണ് കേട്ടോ. ഒരു വിശ്വാസം അതൊക്കെ ഉണ്ടാ. അടിപൊളി സ്ഥലം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ആ കനാലിൽ കൂടെ വെള്ളം വന്നിട്ട്. എന്താ നോക്കിയേ, റബ്ബറും തോട്ടാണ് നിൽക്കുന്നത് മലകൾ. വീണ്ടും ഞങ്ങളിത് പിള്ളേർക്ക് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് വന്നു. അവർ കുറേ നേരം എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. കണ്ടാ, അപ്പോൾ നമ്മളിപ്പോൾ അടുത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത്ര നാൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്നുള്ളതൊക്കെ. കണ്ടാ, ഈ പാർക്കൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴാണ്. ഗോശാല പണ്ടേ ഉണ്ട്, പണ്ട് തൊട്ട് ഗോശാലകളുണ്ട്. ഇപ്പോൾ ഈ പാർക്കൊക്കെ വന്നതോടുകൂടി ആകെ അങ്ങോട്ട് ഒരു മാറ്റം വന്നു ഇവിടെ സ്ഥലങ്ങളിലൊക്കെ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യണം ഭയങ്കരമായിട്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ പിള്ളേരുകളാണ് വരുന്നത്, പിള്ളേരുകളെ കൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ അതേ കണ്ട ഒരു കൃഷ്ണനും ഒരു പശുവും, അതാണ് ഗോശാല എന്ന് പറയുന്നത്. നല്ലൊരു വിഗ്രഹമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്, സൂപ്പറായിട്ടില്ലേ കൃഷ്ണൻ. അപ്പം എല്ലാവരും വരിക, ഇവിടെ വന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ.